ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ശ്രീകാന്തിനെയും വർഷയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ വീട്ടിലാകെ 3 മുറികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സച്ചിയെയും രേവതിയെയും ഒഴിപ്പിച്ച് ആ മുറി ശ്രീകാന്തിന് കൊടുക്കാൻ ചന്ദ്രമതി തീരുമാനിച്ചു. രേവതി, നീ പെട്ടെന്ന് നിൻ്റെയും സച്ചിയുടെയും സാധനങ്ങളെടുത്ത് ഈ മുറിയിൽ നിന്ന് ഒഴിഞ്ഞു വയ്ക്കോ. ശ്രീകാന്തും വർഷയും ഇപ്പോൾ ഇവിടെ എത്തും. ചന്ദ്രമതിയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണ് സച്ചി അവിടെ എത്തിയത്. സച്ചി ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിയോട് പറഞ്ഞു, അതെന്തിനാമേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നേ? ഇത് എൻ്റെയും രേവതിയുടെയും റൂമാണ്. പുതിയ ആൾക്കാർക്ക് റൂം വേണമെങ്കിൽ അമ്മയുടെ മുറി കൊടുക്കണം. ഞാൻ എൻ്റെ റൂം ഒരിക്കലും വിട്ടുതരില്ല എന്ന് പറയുകയാണ് സച്ചി. എടാ, ഞാനും അച്ഛനും പിന്നെ എവിടെ പോയി കിടക്കും? പിന്നെയുള്ളത് ശ്രുതിയുടെയും സുധിയുടെയും റൂമാണ്. ശ്രുതിമോളെ പുറത്ത് കിടത്തിയാൽ മലേഷ്യയിലുള്ള അവളുടെ അച്ഛൻ പ്രശ്നമുണ്ടാക്കിയില്ലേ? അവൾ രേവതിയെ പോലെ പാവപ്പെട്ടവളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് പുറത്ത് കിടക്കാൻ അവൾക്ക് പറ്റില്ല. അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുകയാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ മുറി വിട്ടുതരുന്ന പ്രശ്നമില്ല. ഒളിച്ചോടെ പോയി കല്യാണം കഴിച്ചവർക്ക് നല്ല റൂമും അന്തസ്സായി ജീവിക്കുന്ന എനിക്ക് പുറത്ത് കിടക്കണം, അല്ലേ അമ്മേ? അത് പറ്റില്ല. രേവതി, നീ സാധനങ്ങളൊക്കെ തിരിച്ച് അകത്തേക്ക് എടുത്തു വെക്ക്. ഈ മുറിയിൽ ആരെയും കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സച്ചി പറയുകയാണ്. പിന്നെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട ചന്ദ്ര, നമുക്ക് ഹാളിൽ കിടക്കാം, എന്നിട്ട് നമ്മുടെ റൂം ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കാം എന്ന് അച്ഛൻ പറയുമ്പോൾ, അത് വേണ്ട അച്ഛാ, ഇവിടെ ഒരുത്തനുണ്ടല്ലോ സുധി, അവനും അവൻ്റെ ഭാര്യയും പുറത്ത് കിടക്കട്ടെ. അവരുടെ റൂം ശ്രീകാന്തിന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയുടെ മുറിയിൽ പോയി മുട്ടുകയാണ്. നീ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്. നിങ്ങളുടെ മുറിയിൽ ഇനി ശ്രീകാന്തും വർഷയുമാണ് താമസിക്കാൻ പോകുന്നതെന്ന് സച്ചി പറയുമ്പോൾ, അതെങ്ങനെ ശരിയാകും? ഇത് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മുറിയാണ്. എവിടെ നിന്ന് ഇറങ്ങിത്തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. നീ എന്തെന്ന് വെച്ചാൽ ചെയ്യ് സച്ചി. സുധി, നീ വാതിലടയ്ക്ക് എന്ന് പറഞ്ഞ് അവർ ഡോർ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. എടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നീയും രേവതിയും ടെറസിൽ പോയി കിടക്ക്. വർഷ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവൾക്ക് നല്ല മുറി തന്നെ കൊടുക്കണം. രേവതി, നീ ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് എന്ന് ചന്ദ്രമതി കൽപ്പിക്കുകയാണ്. അതൊന്നും പറ്റില്ല അമ്മേ. ഈ കുടുംബത്തോട് ഏറ്റവും വലിയ ചതി ചെയ്തവനാ അവൻ. അങ്ങനെയുള്ള അവനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അവൻ പുറത്ത് കിടന്നാൽ മതി. വേണമെങ്കിൽ ടെറസിൽ പോയി കിടക്കട്ടെ. ഞങ്ങൾക്ക് പറ്റില്ല ഇറങ്ങിത്തരാൻ. രേവതി, നിന്റെ ഭർത്താവായ ഞാനാ പറയുന്നത്. നീ അകത്തേക്ക് കയറി ചെല്ല് എന്ന് പറഞ്ഞ് സച്ചി രേവതിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. ഇനിയിപ്പോൾ നീ സുധിയെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് 2 പേർക്കും കൂടി ആ ഹാളിൽ വല്ലതും കിടക്കാം. നീ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ നോക്ക്. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ ശ്രീകാന്തും വർഷയും ആ വീട്ടിൽ താമസിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അവരെ കണ്ടിട്ടും സച്ചി ശ്രീകാന്തിനെയും വർഷയും മൈൻഡ് ചെയ്യാതെ നല്ല ദേഷ്യം കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം വർഷ മോഡേൺ ഡ്രസ്സിട്ട് ഹാളിലേക്ക് വരികയാണ്. അവളുടെ ഡ്രസ്സ് കണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. ആൻറ്റി, അവളുടെ ഡ്രസ്സ് കണ്ടില്ലേ? ഒട്ടും കൊള്ളില്ല. ഞാനും രേവതിയുമൊക്കെ ഈ വീട്ടിലെ സാരിയും ചുരിദാറുമൊക്കെയാണ് ധരിക്കുന്നത്. പിന്നെ അവൾക്ക് മാത്രമെന്താ ഇത്ര പ്രത്യേകത? കൂടാതെ അവൾ ഇട്ട ഡ്രസ്സ് നമ്മുടെ അച്ഛനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ശ്രുതി ചന്ദ്രമതിയോട് പറയുകയാണ്. ശരിയാ ശ്രുതി നീ പറഞ്ഞത്. ഈ ഡ്രസ്സ് ഇവിടെ ധരിക്കാൻ പറ്റില്ല. ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നതാണ്. കൂട്ടുകുടുംബമായി ഇത്. ഞാൻ പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി വർഷയുടെ അടുത്ത് ചെല്ലുകയാണ്. വർഷ, നീ എന്താ ഈ ഇട്ടിരിക്കുന്നത്? ഇതിവിടെ പറ്റില്ല. ഇത് വേറെ ഡ്രസ്സൊന്നും ഇടാനായി കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതി വരികയാണ്. ഇതിനെന്താ ആൻറ്റി കുഴപ്പം? എനിക്കിത് ഇടാൻ തോന്നി, അതുകൊണ്ട് ഇട്ടു. അങ്ങനെ വർഷ പറയുമ്പോൾ, ഈ ഡ്രസ്സ് നിനക്ക് കംഫർട്ടബിൾ അല്ല വർഷ എന്ന് പറഞ്ഞ് ശ്രുതിയും വരുന്നുണ്ട്. എനിക്ക് വളരെ കംഫർട്ടബിളാണ്. ഞാൻ അങ്ങനെ വർഷ പറയുമ്പോൾ, നിനക്ക് മാത്രം കംഫർട്ടബിളായി തോന്നിയാൽ മതിയോ? കാണുന്നവർക്കും തോന്നണ്ടേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. എൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ധരിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? അങ്ങനെ വർഷ ചോദിക്കുകയാണ്. അല്ല വർഷമോളെ, ഇത് തീരെ ചെറിയ ഡ്രസ്സല്ലേ? വീട്ടിൽ വേറെയും ആളുകളുള്ളതല്ലേ? അങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ, ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മറ്റുള്ളവർക്ക് എന്തു തോന്നിയാൽ എനിക്കെന്താ? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാനിടും. എൻ്റെ വീട്ടിലൊക്കെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇടാറ്. എന്നിട്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ, പ്രത്യേകിച്ച് എൻ്റെ ഡാഡിക്കും മമ്മിക്കും. പിന്നെ ഇതിപ്പോൾ എൻ്റെ വീടല്ലേ, അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ഡ്രസ്സ് ഇട്ട് നടക്കും. അങ്ങനെ വർഷ പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആൻറ്റി, ഇതിൽ കൂടുതൽ സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ബാക്കി ആൻറ്റി തന്നെ ഇവളോട് സംസാരിച്ചേക്ക്. എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. വർഷ, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രേവതി അവളെ വിളിക്കുകയാണ്. രേവതി, അവളെ വിട്. ഞാൻ അവളോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? മോളെ വർഷേ, ഈ ഡ്രസ്സ് ഈ വീട്ടിൽ ഇടാൻ പറ്റില്ല. അങ്ങനെ ചന്ദ്രമതി കർശനമായി പറയുന്നുണ്ട്. സോറി ആൻറ്റി, എങ്ങനെ ഡ്രസ്സ് ഇടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതെൻ്റെ അവകാശമാണ്. അതിൽ മറ്റുള്ളവർ ഇടപെടുന്നത്